ഹലോ ഗായ്സ്, എൻ്റെ ചാനൽ ഇതുവരെയും ചെയ്യാത്തൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായത് ബീഫ് റോസ്റ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, മല്ലിപ്പൊടി, പിന്നെ റെഡ് ചില്ലി പൗഡർ, അതുപോലെ കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടാണ് ഞാനിത് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചതിന് ശേഷം 2 മീഡിയം സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 2 ഗ്രീൻ ചില്ലിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ അവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ ഒരു കളർ ആവുന്നവരെ നമുക്കിത് മൂപ്പിച്ച് നല്ല വഴറ്റിയെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അതിനുശേഷം 1.5 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. 2 മീഡിയം തക്കാളിയാണ്. അപ്പോൾ അത് റഫ്ലി സ്ലൈസ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റും ടെൻഡറായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഞാൻ ചേർത്തേക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ച മീറ്റ് മസാലയാണിത്. അതിനുശേഷം ഞാൻ ഇവിടെ ചേർക്കുന്നത് കുറച്ച് ഹോൾ സ്പൈസസ് ആണ്. അതായത് സിനമനും ക്ലോവുമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഒരു ഫ്ലേവറാണ് നമ്മുടെ ബീഫ് റോസ്റ്റിന് തരിക. അപ്പോൾ അത് ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ഫ്ലേവർ നമ്മുടെ ബീഫ് റോസ്റ്റിന് തരും. ഇത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് നമ്മുടെ തവയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കടായിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവം വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാലകൾ നന്നായിട്ട് ബീഫിൽ കോട്ടാവുന്നവരെയും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് റഫ്ലി സ്ലൈസ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒത്തിരി ഒന്നും കുക്ക് ചെയ്ത് സോഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ക്രഞ്ചി ടെക്സ്ചർ നമുക്ക് വേണം. അപ്പോൾ എന്നാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് ഇത് ഒത്തിരി കുക്ക് ചെയ്ത് ഇത് സോഫ്റ്റ് ആക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലകളൊക്കെ നന്നായിട്ട് ബീഫിലും പിടിക്കും. അതുപോലെ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത് സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പീസ് പൊറോട്ടയൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിയെടുത്ത് ഒന്ന് കഴിക്കാൻ തോന്നുന്നില്ല അത് കൂട്ടി. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയും കുറച്ച് തക്കാളിയും അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.